ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയാണ്. ക്രിസ്മസ് എക്സാമിന് ഗംഭീരമായി തന്നെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുള്ള കാര്യം എനിക്കറിയാം. സോ മക്കളെ, നാളെയാണ് ക്രിസ്മസ് പരീക്ഷ. സോ വെറും 8 ചോദ്യങ്ങൾ പഠിച്ച് 25 മാർക്കാണ് നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത്. നാളത്തെ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 25 മാർക്ക് വെയിറ്റേജ് വരുന്ന 8 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചുമ്മാ ഈ ചോദ്യം വരുമെന്ന് തള്ളുകയല്ല, മറിച്ച് ഒതന്റിക്കലി അവസാനത്തെ ഒരു 5 വർഷത്തെ ചോദ്യ പേപ്പർ, മോഡൽ എക്സാമിന്റെയും പബ്ലിക് എക്സാമിന്റെയും ചോദ്യ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏത് ചോദ്യങ്ങളാണ് വരാൻ സാധ്യത, ഏതൊക്കെ ചോദ്യങ്ങൾക്കാണ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത്, ഏതൊക്കെ ഡെറിവേഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്, നമുക്ക് നോക്കാം. എല്ലാവരും തയ്യാറല്ലേ മക്കളെ? യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്ന് ഏത് ചോദ്യമാണ് അവസാന 5 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. നോക്കണം മക്കളെ, 9 തവണ ചോദ്യ പേപ്പറുകളിൽ ചോദിച്ച ചോദ്യം. 9 ചോദ്യ പേപ്പറുകളിൽ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അവൻ എത്ര പ്രധാനപ്പെട്ട പുള്ളിയായിരിക്കും? അതേതായിരിക്കും മക്കളെ? യെസ്, ടു ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. ഈ പറയുന്ന 6 ഇക്വേഷൻസിന് അപ്പുറം ഒന്നും തന്നെ ഈ വർഷങ്ങളിൽ ചോദിച്ചിട്ടില്ല. സോ ഈ 6 ഇക്വേഷൻസ് മനസ്സിൽ ഉറപ്പിക്കുക. ഈ 6 ഇക്വേഷൻസിന്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഉറപ്പായും പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. 2 മാർക്കിനാണ് ഓരോന്നും ചോദിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം ഇത് പഠിച്ചാൽ. ഇത് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ? അത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ ആ ഇക്വേഷന്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഉള്ള എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. സോ 2 മാർക്ക് സെറ്റ് ആയി കഴിയും. അടുത്തത് നെക്സ്റ്റ് ചാപ്റ്റർ, അതേതാണ് മക്കളെ? യെസ്, നമ്മുടെ സ്വന്തം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അതിൽ നിന്നും ഈ 9 തവണ ചോദ്യ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യം ഏതായിരിക്കും എടാ? 9 തവണ ചോദ്യ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ലാതെ പറയാം, 3 മാർക്കിന് ഗ്രാഫ് വരച്ച് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ചോദ്യമാണ് മക്കളെ. ഈ 3 ഇക്വേഷൻസ് ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യുക. കൈനമാറ്റിക് ഇക്വേഷൻസ് ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാനാണ് ഈ പറയുന്ന എല്ലാ വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ളത്. v = u + at, v² = u² + 2as, s = ut + half-at². 3 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കണം. ഇപ്പോൾ 5 മാർക്ക് സെറ്റ് ആയി കഴിഞ്ഞു. മുന്നോട്ട് പോവാണ് മക്കളെ, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നെക്സ്റ്റ് 3 മാർക്കിന്റെ ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്നുള്ള ഈ പറയുന്ന എത്ര വർഷമാണ്? ഈ പറയുന്ന യെസ് 6 2 8 വർഷങ്ങളിൽ റിപ്പീറ്റ്, അല്ലെങ്കിൽ 8 തവണ 8 ചോദ്യ പേപ്പർ, 8 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് മക്കളെ. ഏതായിരിക്കും? ആ ചാപ്റ്ററിൽ ഏറ്റവും പ്രാധാന്യം ആർക്കാണ്? ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ എണ്ണി പറയാറുള്ള കാര്യമാണ് 3 ഡെറിവേഷൻസ് എന്റെ മക്കൾ പഠിക്കണമെന്ന്. ഏതൊക്കെയാണ്? യെസ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നുണ്ടടാ. എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നുണ്ട്. അതിന്റെ വെയിറ്റേജ് 3 മാർക്കാണ്. പടം വരച്ച് തന്നെ ഒരു ഡെറിവേഷൻ എഴുതുമ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് എഴുതിയിട്ട് മാത്രം എന്റെ മക്കൾ എന്തിലോട്ട് കടന്നാൽ മതി? ഡെറിവേഷൻസിലോട്ട് കടന്നാൽ മതി. നേരിട്ട് ഡിറൈവ് ചെയ്ത് വെക്കരുത്. പടം വരയ്ക്കുക, കൺസെപ്റ്റ് എഴുതുക, എന്നിട്ട് ഡിറൈവ് ചെയ്യുക. സോ 3 മാർക്കിന്റെ ഉറപ്പിച്ച ചോദ്യമാണ് ഇതിൽ ഏതെങ്കിലും ഒന്നെന്ന് പറയുന്നത് കേട്ടോ. സോ അടുത്തതിലോട്ട് കിടക്കുന്നു മക്കളെ. നെക്സ്റ്റ് 4 മാർക്കിന്റെ അടുത്ത ചാപ്റ്റർ ഏതാണ്? ലോസ് ഓഫ് മോഷൻ ആണ് അടുത്ത ചാപ്റ്റർ. എത്ര ചോദ്യ പേപ്പറിലാണ് നോക്കണം? ഇംപ്രൂവ്മെന്റ് ഉൾപ്പെടെയുള്ള എത്ര ചോദ്യ പേപ്പറിലാണ് നോക്കണം മക്കളെ? എത്രയാണ്? 9 ചോദ്യ പേപ്പറുകൾ. 9 ചോദ്യ പേപ്പറുകളിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു ഡെറിവേഷൻ 4 മാർക്കിന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ നിസ്സാരക്കാരനല്ല. ആരായിരിക്കും ലോസ് ഓഫ് മോഷനിൽ നിന്ന്? ആ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇതൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കണം മക്കളെ. ഏതായിരിക്കും മക്കളെ? നമ്മുടെ സ്വന്തം ബാങ്കിങ് ഓഫ് റോഡാണ്, ഒരു സംശയമില്ല. മോഷൻ ഓഫ് കാർ ഇൻ എ ബാങ്ക്ഡ് റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് മക്കളെ. മിനിമം 4 മാർക്കാണ്. 5 മാർക്കിന് വരെ അത് ചോദിക്കാറുണ്ട്. മിനിമം 4 മാർക്കാണ് അത് ചോദിക്കുന്നത്. സോ ആ പടം അന്തസ്സായി തന്നെ വരയ്ക്കുക. എന്താണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് എഴുതുക. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യമാണ്, മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ട കാര്യമാണ്. എന്റെ മക്കൾ പഠിച്ചിരിക്കണം. റൈറ്റ്. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. അടുത്തതിലോട്ട് കിടക്കുന്നു. 4 മാർക്കിന് അടുത്തൊരു ചോദ്യം. 4 തവണ റിപ്പീറ്റ് ചെയ്ത, ഈ 4 തവണ റിപ്പീറ്റ് ചെയ്ത വർഷങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഏറ്റവും റീസെന്റ് ആയ വർഷങ്ങളാണ്. 2020 ശേഷം 4 തവണ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. അല്ലാതെ 2017 18 റിപ്പീറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്. ഏറ്റവും റീസെന്റ് ആയ അടുത്ത വർഷങ്ങളിൽ ഈ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം റിപ്പീറ്റ് ചെയ്ത ഒരു 4 മാർക്കിന്റെ ചോദ്യമുണ്ട്. ഏത് ചാപ്റ്ററിൽ നിന്ന്? വർക്ക് എനർജി ആൻഡ് പവറിൽ നിന്ന്. ഏതാണ് മക്കളെ? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി. ആ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പലരും ഇപ്പോഴും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ആ ടോപ്പിക് സിലബസിൽ നിന്ന് മാറ്റി എന്നാണ് മക്കളെ. ആ ടോപ്പിക് സിലബസിൽ നിന്ന് മാറ്റിയിട്ടില്ല. നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ABC എന്ന് പറയുന്ന 3 പോയിന്റുകളിലെ ABC എന്ന് പറയുന്ന 3 പോയിന്റുകളിലെ
ടോട്ടൽ എനർജി കണ്ടുപിടിക്കുക. അത് MGH ആണ് എന്നുള്ള പ്രൂഫാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 മാർക്കിന് പരീക്ഷയിൽ ചോദിക്കും. നിങ്ങളത് പഠിച്ചിരിക്കണം. റൈറ്റ്, മുന്നോട്ട് പോവാണ് മക്കളെ. അടുത്തത് വീണ്ടും ഒരു 8 തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യം, 3 മാർക്കിന്റെ ചോദ്യമാണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏതായിരിക്കും മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ടോർക്കും ആംഗുലർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ ആണ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോർക്ക് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം, ടോ ഈക്വൽ ടു dl/dt. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ടതാണ്. സെറ്റായി തന്നെ പഠിച്ചിരിക്കുക മക്കളെ. റെഡി? അത് അടുത്ത 3 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി അടുത്തത് ഇതിന് ശേഷമുള്ള ചാപ്റ്റർ ഏതാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ഏതാണ്? നമ്മുടെ സ്വന്തം ഗ്രാവിറ്റേഷൻ ആണ്. ഒരു തർക്കമില്ല. എത്ര വർഷങ്ങളാണ് നോക്കണം? 10 വർഷമല്ല, 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. 10 തവണ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ അത് എത്രത്തോളം പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനകത്ത് ഞാനൊരു തിരുത്ത് വരുത്തുവാണ്. അതായത് മോഡൽ എക്സാമിന്റെ ചോദ്യ പേപ്പറുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. വെറും ഇംപ്രൂവ്മെന്റും പബ്ലിക്കും മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ 10 തവണ ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് ഏതായിരിക്കും? ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യം ഏതാണ്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട മക്കളെ. അത് നമ്മുടെ സ്വന്തം വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ആണ്. ഉയരം കൂടുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്തു മാറ്റം വരുന്നു? അതുപോലെ തന്നെ ആഴം കൂടുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്തു മാറ്റം വരുന്നു? അത് പഠിക്കേണ്ടതാണ്, പഠിച്ചെടുക്കേണ്ടതാണ്, പഠിച്ച് തകർക്കേണ്ടതാണ്. സോ അത് തന്നെയാണ് മക്കളെ, ഒരു സംശയമില്ല. യെസ്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് ആൻഡ് ആൾട്ടിറ്റ്യൂഡ്. അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൽപ്പിക്കാവുന്ന ചോദ്യം ഏതാണ് മക്കളെ? ഒരു 100% ഇമ്പോർട്ടൻസ് കൽപ്പിക്കാവുന്ന ചോദ്യമാണ് എസ്കേപ്പ് സ്പീഡ്. ഈ പറയുന്ന 3 ഡെറിവേഷൻ, ആദ്യത്തിൽ 2 ഡെറിവേഷൻസ് ആണ് ഉൾപ്പെടുന്നത്. ഉയരത്തിനനുസരിച്ചും ആഴത്തിനനുസരിച്ചും ഈ പറയുന്ന ജിയിലുള്ള വേരിയേഷൻ ആണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ എസ്കേപ്പ് സ്പീഡ് ആണ്. ഈ പറയുന്ന 3 ഡെറിവേഷൻസ് ആണ് ഈ പറയുന്ന 10 ചോദ്യ പേപ്പറുകളിലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അവസാന ചോദ്യത്തിലോട്ട് കിടക്കുന്നു. അത് നമ്മുടെ സ്വന്തം ഫ്ലൂയിഡ്സ് എന്നുള്ള ചോദ്യമാണ്. 4 മാർക്കിന്റെ ഡെറിവേഷൻ ആണ്. 9 ചോദ്യ പേപ്പറുകളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള 4 മാർക്കിന്റെ ചോദ്യം ഏതാണെന്ന് വെച്ചാൽ കണ്ണു മടച്ച് നമുക്ക് മറുപടി പറയാൻ പറ്റും. അതേതാണ് മക്കളെ? ബെർണോളിസ് പ്രിൻസിപ്പിൾ ആൻഡ് ഇറ്റ്സ് ആൻഡ് അപ്ലിക്കേഷൻസ് ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിളും അതിന്റെ അപ്ലിക്കേഷൻസും തന്നെയാണ് ഈ പറയുന്ന 9 ചോദ്യ പേപ്പറുകളിലും റിപ്പീറ്റ് ചെയ്ത ചോദ്യം. ഇത്രയും ചോദ്യങ്ങളുടെ ആക്ച്വൽ ടോട്ടൽ വെയിറ്റേജ് എന്ന് വെച്ചാൽ 26 മാർക്കാണ്. ഏറ്റവും മിനിമം 25 മാർക്കിന് ഇത്തരം ചോദ്യങ്ങൾ ചോദ്യ പേപ്പറിൽ ചോദിക്കാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് തന്നെ 80% എബോവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ ചോദ്യങ്ങൾ ഇനീഷ്യലി പഠിക്കുക. ഇതു മാത്രം പഠിച്ച് പാസ് മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞു പോകരുത്. ഇതു പഠിച്ചതിന് ശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് മാത്രം പഠിച്ചു പോകരുത് മക്കളെ. ഇതു പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിക്കുക. അത് നിങ്ങൾ ചെയ്താൽ മതി. സോ ഈ ഒരു വീഡിയോ സെഷൻ ഉറപ്പായും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ മക്കളെ, ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് സൂപ്പർ 60 ഉണ്ട്. എണ്ണം പറഞ്ഞ 60 ചോദ്യങ്ങളുമായിട്ടാണ് ഞാനും ജസീൽ സാറും വരുന്നത്. അത് വൃത്തിയായി കാണുക. ഔട്ട് ആൻഡ് ഔട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് മക്കളെ. ഗംഭീരമായി പഠിക്കണം. ഫുൾ മാർക്ക് നമുക്ക് നേടിയെടുക്കണം. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. അടിപൊളിയായി പഠിക്കാമടാ.